നമ്മളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉറക്കവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരാണ്. ഉറക്കക്കുറവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ് പലപ്പോഴും ഉറക്കക്കുറവിലേക്കും ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിലേക്കും നയിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഈ മെൻസസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉറക്കിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഡിസോർഡറൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് ഒരു അഡ്വൈസ് എടുക്കുന്നതൊക്കെ എന്തുകൊണ്ട് നല്ലതാണ്. ഇനി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളത് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തത്, രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയം കുറച്ച് പരമാവധി നേരത്തെ ആക്കാൻ നോക്കുക. രണ്ടാമത്തത്, ചെറിയ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം അറ്റ്ലീസ്റ്റ് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങി നടക്കുക, ടെറസിൻ്റെ മുകളിൽ നടക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, റൂമിൽ ഷാർപ്പായിട്ടുള്ള ലൈറ്റുകൾ ഒഴിവാക്കാൻ നോക്കുക. പരമാവധി ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തത്, നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഓഡിയോസോ മ്യൂസിക്കോ എന്തെങ്കിലും നമുക്ക് കേട്ടുകൊണ്ട്